ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്, ഇത് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒത്തിരി ലേറ്റ് ആക്കാണ്ട് തന്നെ കൈൻമാസ്റ്റർ തുടങ്ങാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചോദിക്കുന്നത് നമുക്ക് ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് പ്രോജക്റ്റ് വേണ്ടതെന്നാണ്. 16:9, 9:16, 1:1 റേഷ്യോകളൊക്കെ ഉണ്ട്. സോ ബേസിക് യൂസിന് നമുക്ക് 16:9 വെച്ച് കൊടുക്കാം. സോ നമ്മുടെ എന്തെങ്കിലും മീഡിയാസ് ഒക്കെ ഇടാൻ വേണ്ടിയാണിത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് മീഡിയ സെലക്ട് ചെയ്യേണ്ടത്. സോ ഞാനിന്ന് ചുമ്മാ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് അനിമൽസ് അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഓൾറെഡി ബിൽട്ടിനായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് ഒപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരാണ്ടിരിക്കണമെങ്കിൽ 2 സൈറ്റുകളുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. ഞാനതിൽ ഒരു സൈറ്റ് കാണിച്ചു തരാം. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള സൈറ്റ് Unsplash എന്ന് പറഞ്ഞാൽ unsplash.com ചെല്ലുക. സോ അൺസ്പ്ലാഷിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് അനിമൽസ്. സോ ഞാൻ വൈൽഡ് അനിമൽസ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. സോ ഇവിടെ കുറേ വൈൽഡ് അനിമൽസിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി നാടൻ അനിമൽ. ഓക്കെ, ലെറ്റ്സ് സീ വൈൽഡ് അനിമൽസ്. അനിമൽസ് കൂട്ടമായിട്ടൊന്നും കാണുന്നില്ല. ഐ മീൻ ഒരു ടൈപ്പ് അനിമൽസ് ഉള്ളൂ. എന്നാലും ഇൻ കേസ് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും പിക്ചർ സെലക്ട് ചെയ്യാൻ ഓർത്തുകൊണ്ടാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഈ ലെപ്പേഡ്സിനെ തന്നെ സെലക്ട് ചെയ്യാം. ചീറ്റയായിരുന്നു. ഓക്കെ, ലെപ്പേഡ് അല്ല. സോറി, ഡൗൺലോഡ് ലിങ്ക് അല്ല. ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളത്, അതായത് നമ്മൾ ഈ പിക്ചറിൽ ഞെക്കി പിടിക്കുക, എന്നിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. സോ അന്നേരം ഡൗൺലോഡർ ആകും ഓൾറെഡി ഇത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻമാസ്റ്ററിൽ വരിക. കൈൻമാസ്റ്ററിൽ മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയയുടെ അകത്തുനിന്ന് ഡൗൺലോഡ്സ് എന്നുള്ളിടത്ത് പടം സെലക്ട് ചെയ്യുക. സോ എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ലെപ്പേഡിൻ്റെ പടം വന്നിട്ടുണ്ട്. സോ എനിക്ക് ഹെഡിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ പോയിൻ്റർ ഉണ്ട്, ഈ റെഡ് പോയിൻ്ററിലും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, റെഡ് പോയിൻ്റർ. സോ ഈ റെഡ് പോയിൻ്റർ ഞാൻ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ തൊട്ട് ടെസ്റ്റ് വേണം. നമുക്ക് എവിടെ തൊട്ടാണ് ടെസ്റ്റ് വേണ്ടത് അവിടെ കൊണ്ട് വെക്കേണ്ടതാണ്. സോ ലെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതുണ്ടോ ലെയർ എന്നുള്ള ഓപ്ഷൻ. സോ ലെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഇതുണ്ട്. മീഡിയ ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, ഓവർലേ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ടെസ്റ്റ് ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് അനിമൽസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് അനിമൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. സോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഇപ്പോൾ മാറിയത് കാണാം. പിന്നെ ഏത് കളർ കൊടുക്കണം അങ്ങനെയൊക്കെ. സോ ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്യുകയാണ്. പിന്നെ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ എന്നാലും ക്ലിയർ അല്ല. നമുക്കിങ്ങനെ ഇവിടെ ഇവിടെ ഒരു കീ കാണാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഈ എഴുതിയിരിക്കുന്നിടത്ത് ഇങ്ങനെ 2 റൊട്ടേറ്റ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇതിനെ വലുതാക്കാൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. സോ അത് വെച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ റൈറ്റ് ചെയ്തിരിക്കുന്ന രീതി മാറ്റാം. അതിനുവേണ്ടി ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഇതിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത സംഭവത്തിൽ ക്ലിക്ക് ഈ എ എന്ന് എഴുതിയിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സ് കിട്ടും. സോ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ബോൾഡായിട്ട് വേണമെങ്കിൽ നോട്ടോ സെറിഫ് ബോൾഡ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ബോൾഡായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ക്ലിയർ അല്ല കാണാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് താഴത്തേക്കിങ്ങനെ പോകുമ്പം ഔട്ട്ലൈൻ എന്നുള്ളതുണ്ട്. സോ ഞാൻ എൻ്റെ ഔട്ട്ലൈൻ ഓൺ ചെയ്തു. എന്നിട്ട് കളർ സെലക്ട് ചെയ്യാനുള്ള കേട്ടോ. ഈ ബ്ലാക്ക് ആ സൈഡിൽ കാണിച്ചു തന്നില്ല. അവിടെ നിൽക്കുക. എന്നിട്ട് ഞാൻ വൈറ്റ് ഔട്ട്ലൈൻ കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് അനിമൽസ്. ടിക്ക് കൊടുക്കുക. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഈ സൈഡിലുള്ള പ്ലേസ് നിങ്ങൾക്കെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ചെയ്തതിന് നമുക്ക് എഫക്ട്സ് കൊടുക്കാനൊക്കെ പറ്റും. ഇൻ അനിമേഷൻ, ഓവറോൾ അനിമേഷൻ, ഔട്ട് അനിമേഷൻ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് കാണാം.
സോ ഇത് ഞാൻ ഇൻ അനിമേഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെ വരണമെന്നുള്ളതാണ്. ഞാനിപ്പോൾ പോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങുമ്പോഴേ വരും. സോ പോപ്പ്, ഫെയ്ഡ്, അങ്ങനെ കുറേ ഞാൻ ഒരു അനിമേഷൻ കൊടുക്കാണ്ടിരിക്കുക. തൽക്കാലത്തേക്ക് ഞാൻ പോപ്പ് കൊടുക്കുകയാണ്. എൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ 1 തന്നെ വയ്ക്കുക. പിന്നെ ഇങ്ങനെ കുറേ അനിമേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കുറേ ഉണ്ട്. സോ ഇങ്ങനെയാണ് അതിങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ഈ പിക്ചറിൻ്റെ തന്നെ അല്ലൊരു എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ക്ലിപ്പ് ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒത്തിരി ഒന്നും അവൈലബിൾ അല്ല, കാരണം ഇത് ഫ്രീ വേർഷനാണ്. ഇതിൻ്റെ പ്രീമിയം വേർഷനിൽ തന്നെയാണ് ഗെറ്റ് മോർ അടിച്ച് കഴിഞ്ഞാൽ കുറേ കൂടുതൽ പ്രീമിയം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. തൽക്കാലത്തേക്ക് ഞാൻ ഈ സ്റ്റാർസിൻ്റെ ഇത് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ സ്റ്റാർസ് വരുന്ന കാണാമല്ലോ എല്ലാവർക്കും. അല്ലാണ്ടും കുറേ ഉണ്ട്. ഓൺ സ്റ്റേജ്, എൻഡിങ്, അത് നമ്മൾ അവസാനം കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ, ഇത് കണ്ടോ, ഓൺ സ്റ്റേജ് മിഡ്, ഓൺ സ്റ്റേജ് ഓപ്പൺ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഞാൻ തൽക്കാലം ഓൺ സ്റ്റേജിൻ്റെ അകത്ത് തന്നെ ടൈറ്റിൽ നമുക്ക് ഇട്ടിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് ആനിമൽസ് എന്നുള്ളതുണ്ട്. സോ വേണമെങ്കിൽ ഇവിടുന്ന് ടൈറ്റിൽ കൊടുക്കാണ്ട് തന്നെ ഈ ക്ലിപ്പ് അനിമേഷൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഓൺ സ്റ്റേജ് ഓപ്പണിൻ്റെ അകത്ത് നമുക്കിവിടെ ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ആക്ച്വലി. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. വേറെ ക്ലിപ്പ് ഗ്രാഫിക്സ് ആണ് കൊടുക്കുന്നുള്ളൂ. ഞാൻ ചുമ്മാ സാധാ സ്റ്റാർ വീഴുന്ന മാത്രം കൊടുക്കുക. സോ ഇങ്ങനെ ക്ലിപ്പ് ഗ്രാഫിക്സ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേറെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ആ ക്ലിപ്പിൽ തന്നെ കളർ ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ട്രിം ചെയ്യാൻ വേണ്ടി അതൊക്കെ ഉണ്ട്. സോ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ. അതുപോലെ തന്നെ ടെസ്റ്റിൻ്റെ ഞാൻ അത്യാവശ്യം പറഞ്ഞു തോന്നുന്നു. അനിമേഷൻ ഇതിപ്പോൾ അനിമേഷൻ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽസിന് വരാൻ വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കത് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ അതിന് ഓവറോൾ അനിമേഷൻ. പിന്നെ ഈ ക്ലിപ്പ് കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോഴത്തേനും ഈ ടെസ്റ്റ് എങ്ങനെ പോകേണ്ടതെന്നുള്ളതിന് ഔട്ട് അനിമേഷൻ. പിന്നെ ഇവിടെ ബ്ലെൻഡിങ്, ടെസ്റ്റ് ഓപ്ഷൻസ്, അതായത് അലൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വലിയ വലിയ പാരഗ്രാഫ്സ് വയ്ക്കുമ്പോൾ അലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളുണ്ട്. റൈറ്റിലേക്ക് അലൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ സെൻറ്ററിൽ അലൈൻ ചെയ്യാൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഔട്ട്ലൈന് ഷാഡോ കൊടുക്കാം, ഗ്ലോ കൊടുക്കാം, ഇങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് ആനിമൽസിന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്കൊരു വീഡിയോ കൊടുക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൽഡ് ആനിമൽസിനെ കുറിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് അനിമൽസ് ടൈപ്പുകൾ ഞാനിപ്പം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ മീഡിയ എടുത്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. മീഡിയ, ബാക്ക്ഗ്രൗണ്ട്, ചുമ്മാ ഇവിടെ ഉള്ള ഓൾറെഡി ബിൽഡിൻ ആയിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ആണിത്. സോ ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്തു, ടിക്ക് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഈ പിക്ചറിൻ്റെ ഈ പോയിൻ്റ് ഇവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് ലെയർ കൊടുത്തു, ടെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് ഹെർബിവോർസ് എന്ന് കൊടുക്കണം തൽക്കാലത്തേക്ക്. ഓക്കെ, ഹെർബിവോർസ് കൊടുത്തു. നമുക്കിതിനൊന്ന് ബോൾഡ് ആക്കാം. ബോൾഡാക്കി കളർ ചേഞ്ച് വരുത്താൻ വേണമെങ്കിൽ കളർ ചേഞ്ച് വരുത്താൻ ഈ സൈഡിലുള്ള സ്വിച്ചാണ്, അവിടെ കളർ ചേഞ്ച് വരുത്തി. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കാം. ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്, ഹെർബിവോർസ്. സോ ഹെർബിവോർസിനെ കുറിച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. ഞാൻ വോയിസ് തന്നെ ആഡ് ചെയ്യേണ്ടതെന്ന് ഇത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോകാം. സോ അടുത്തായിട്ട് നമുക്ക് ഹെർബിവോർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെർബിവോർസായിട്ട് കുറച്ച് അനിമൽസിൻ്റെ പടം വേണമെന്ന് ഇപ്പോൾ ആവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന നേരത്തെ സൈറ്റ് upslash.com വേണ്ടി ചെല്ലുക. ഹെർബിവോർസ് ആയിട്ടുള്ള കുറച്ച് അനിമൽസ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ലൈക്ക് റാബിറ്റിൻ്റെ പടം നമ്മൾ സെർച്ച് ചെയ്യുക. ഇത് റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫി മാത്രമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുള്ളൂ, അല്ലാത്ത ഫോട്ടോഗ്രാഫി കിട്ടില്ല. സോ അത് നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. ഞാൻ ഈ ക്യൂട്ടായിട്ടുള്ള റാബിറ്റിൻ്റെ കൂടെ സെലക്ട് ചെയ്യുകയാണ്. ഡൗൺലോഡ് ഇമേജ് ഞെക്കി പിടിക്കുക, ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ പിക്ചർ ഡൗൺലോഡ് ആയിക്കൊള്ളും. ഞങ്ങൾ നെറ്റ് അനുസരിച്ചാട്ടോ, എൻ്റെ നെറ്റ് ഞാൻ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ പോവുക. മീഡിയ, ഡൗൺലോഡിൻ്റെ അകത്ത് പിക്ചർ വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്തു. എന്നിട്ട് ടിക്ക് കൊടുത്തു. സോ ഇനി ഇവിടെ ക്ലിപ്പ് ഗ്രാഫിക്സ് വേണമെങ്കിൽ കൊടുക്കാം. ഈ ക്ലിപ്പ് ഗ്രാഫിക്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഇവിടെ. സോ
ക്ലിക്ക് ഗ്രാഫിക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യത്തിന് വരുത്താം. സോ നമുക്കൊന്നും വരുത്താനില്ല. നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുവാണ്. ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി ലെയർ എടുക്കുക, ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. റാബിറ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എഡിറ്റൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. പിന്നെ ഹെർബിവോഴ്സിന് കുറേ എക്സാമ്പിൾസ് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അടുത്തതിലേക്ക് പോകാം. ഞാൻ അടുത്തതിനൊരു എക്സാമ്പിൾ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡായിട്ട് വീണ്ടും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഇത് ചുമ്മാ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഇടുന്നു. എന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് കൊടുക്കുന്നു, ലെയർ, ടെക്സ്റ്റ്, കാർണിവേഴ്സ്. സോ അതെങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ അനിമേഷനൊന്നും കൊടുക്കുന്നില്ല. പിന്നെ കൊടുക്കാൻ പോകുന്നത് ഓക്കെ, ഇവിടെ ഈ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലിപ്പിൽ മാത്രം എന്നാണെങ്കിൽ അത്രയും വരെ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ കിട്ടും ഫോർട്സ്. പക്ഷേ ക്ലിപ്പ് വേണം കേട്ടോ അങ്ങോട്ട്, എന്നാൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ചിടുക. ഇത്ര നേരം കാണിച്ചാൽ മതി. അങ്ങനെയുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, എത്ര നേരം കാണിക്കണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ അതിങ്ങനെ വലിച്ചു കിട്ടിയാൽ മതി. സോ ഞാനിപ്പോൾ ക്ലിപ്പിൻ്റെ ഒപ്പം തന്നെ വെച്ചേക്കും ഇത്. സോ ഇനി നമുക്ക് വീഡിയോസ് എങ്ങനെ ആഡ് ചെയ്യുമെന്നും കൂടെ കാണാം. സോ കാർണിവേഴ്സിന് വേണ്ടി ഞാനൊരു വീഡിയോ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഞാൻ വീഡിയോസൊന്നും കയറ്റിയിട്ടില്ല, മീഡിയയുടെ അകത്ത് വീഡിയോസൊന്നും ഇല്ല കാർണിവേഴ്സിനെ പറ്റിയിട്ടുള്ള. സോ നമ്മൾ വീണ്ടും അടുത്ത സൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ിലേക്ക് പോകുന്നു. പിക്സബിലെടുത്ത് ഇവിടെ ഇമേജസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് വീഡിയോസിനാക്കണം. വീഡിയോസിനാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ചീറ്റ റണ്ണിങ് അടിച്ചു കൊടുക്കുക, സെർച്ച് കൊടുക്കുക. സോ ഇവിടെ ചീറ്റ റൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈൻമാസ്റ്റർ ചില റെസൊല്യൂഷൻസിലുള്ള വീഡിയോസ് മാത്രം സപ്പോർട്ട് ചെയ്യും, ചിലത് സപ്പോർട്ട് ചെയ്യില്ല. സോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ. സോ ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ വാട്സാപ്പ് എടുക്കുക. എന്നിട്ട് വാട്സാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. എന്നിട്ട് വേറെ അയച്ചു കഴിഞ്ഞിട്ട് വേറൊരു ഫോണും കൂടെ കൈ വേണം. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. വാട്സാപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ അവരുടെ ഫോണിനനുസരിച്ച് ഇതിൻ്റെ സൈസ് കുറയ്ക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ 720p അത് ക്വാളിറ്റി കുറച്ച് കുറയ്ക്കും. സോ നിങ്ങളുടെ കൈൻമാസ്റ്ററിന് സപ്പോർട്ടാവും. സോ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ വാട്സാപ്പ് എടുത്ത് നിങ്ങൾ വേറെ ആൾക്ക് സെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ള വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അവർ വീണ്ടും തിരിച്ച് സെൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സപ്പോർട്ട് ആയിക്കൊള്ളുക. സോ ഞാൻ വീഡിയോയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഡൗൺലോഡിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സപ്പ് വഴി അത് സെൻഡ് ചെയ്ത് മേടിച്ചായിരുന്നു. സോ ഇതാണ് ആ പുലിയോടുന്ന പിക്ചർ. സോ ചെറിയ ഇങ്ങനൊരു വാർണിംഗ് കാണിക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ വേറൊരു മെസ്സേജ് കൂടെ കാണിക്കുക, അതായത് നിങ്ങളുടെ ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കണം. എന്നാൽ മാത്രം ഇത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതുണ്ടോ വന്നു. സോ കാർണിവേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഐ തിങ്ക് ദിസ് ഈസ് എ ചീറ്റ. സോ ഞാൻ ചീറ്റ എന്ന് ടൈറ്റിൽ കൊടുക്കുവാണ്. ഈ വീഡിയോയുടെ എവിടെ തൊട്ട് നമുക്ക് വേണോ അവിടെ കൊണ്ടുപോയി പോയിൻ്റർ വയ്ക്കുക. ഈ റെഡ് പോയിൻ്റർ കൃത്യ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. എനിക്ക് ഇവിടെ തൊട്ട് തന്നെ വേണം. സോ ഞാൻ അവിടെ കൊണ്ടുപോയി ലെയർ എന്നുള്ള ഓപ്ഷൻ എടുത്തു, ടെസ്റ്റ് എടുത്തു, എന്നിട്ട് ചീറ്റ എടുത്തു, ഓക്കെ കൊടുത്തു. സോ ടെസ്റ്റ് വലുതാക്കി ഒരു അനിമേഷൻ കൊടുക്കുവാണ്, ഫെയ്ഡ്. പിന്നെ എൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് ഒരു റെഡ് യെല്ലോ ആക്കി. വിത്ത് ഔട്ട്ലൈൻ ഒരു ബ്ലാക്കും കൊടുത്തു. ബ്ലാക്ക് അല്ലാണ്ട് വേറെ ബ്ലാക്ക് ഒരു സെറ്റപ്പ് ഇല്ല. സോ ഞാൻ വൈറ്റ് കൊടുക്കാൻ പോകണം. ഓക്കെ, വൈറ്റ് അത്രയും കൂടെ നല്ലതല്ല. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്തോരം ഔട്ട്ലൈൻ വേണമെന്നുള്ളത്. സോ വൈറ്റിന് വരെ ഞാൻ തൽക്കാലത്ത് ഗ്രീൻ. ഓക്കെ, ദാറ്റ്സ് നോട്ട് ബാഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം ഔട്ട്ലൈൻ വേണമെന്നുള്ളത് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാം. സോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും കൊടുക്കുവാണ്. സോ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ കൊടുത്തു കഴിയുമ്പം ഇതുണ്ട് ചീറ്റ ഓടുന്നത് കാണിക്കും. പിന്നെ ഈ ചീറ്റ എന്നുള്ള എന്തോരം നേരെ എഴുതി കാണിക്കുന്നത് കാണിച്ചാൽ ഇവിടെ വെച്ച് പോയി അത്.
സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ വലിച്ചു നീട്ടാവുന്നതാണ് ഈ സംഭവം. ഇവിടെ വലിച്ചു നീട്ടി ഇവിടെ വരെ കൊണ്ടുവയ്ക്കുക. അപ്പം ആ ക്ലിപ്പിൻ്റെ അവസാനം വരെ ഇത് കാണും. അത് നിങ്ങൾ കൈ കൊണ്ട് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും റൺ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ട്, ചീറ്റാന്നുള്ളത് പോകുന്നില്ല, അവിടെ തന്നെ കാണും അത്. സോ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി വീഡിയോസും ഇമേജസും ആഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഇനി എഫക്ട്സ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നതായിരുന്നു ആദ്യം, ക്ലിപ്പ് ഗ്രാഫിക്സ് ഒക്കെ. നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോയുടെ, അതായത് എത്ര സ്പീഡിൽ തോന്നണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ വോയിസ്, അതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. ഞാനിപ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡർ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് വോയിസ് ഒന്നും കറക്റ്റായിട്ട് വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഫംഗ്ഷൻ ഒന്ന് ഉപയോഗിച്ച് കാണിച്ചു തരാം എന്നാണല്ലോ. സോ ഈ വോയിസ് ഫംഗ്ഷനിൽ ഇവിടെ വോയിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ട് വെക്കുക, മാർക്കർ എവിടെയാണ് വോയിസ് എടുക്കേണ്ടത് അവിടെ കൊണ്ട് വെക്കുക. കൃത്യം കൊണ്ട് വെക്കണം കേട്ടോ, കറക്റ്റായിട്ട്. സോ ഈ പോയിന്റ് കറക്റ്റായിട്ട് കൊണ്ട് വെച്ചു. എന്നിട്ട് ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇനി നിങ്ങൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല പല പാർട്സായിട്ട് കൊടുക്കുക. ഇത് ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കാൻ നിർബന്ധമില്ല. സോ ഇത് സെലക്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ സെലക്ടറാണ്, ഇതിന് സെലക്ഷൻ വിടാൻ വേണ്ടി എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വോയിസ് കൊടുക്കേണ്ടതുള്ളൂ, അവിടെ നിന്ന് ഇനി വോയിസ് കൊടുക്കണ്ട. സോ അപ്പോൾ അവിടെ കൊണ്ട് എവിടെയാണ് നിങ്ങൾക്ക് വോയിസ് ഉണ്ട് അവിടെ കൊണ്ട് പോയിന്റ് വയ്ക്കുക. വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക. സോ അവിടെ ഞാൻ വോയിസ് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് ഭാഗത്താണ് നിങ്ങൾക്ക് എവിടെ കൊണ്ട് മാറ്റി മാറ്റി വോയിസ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് മാത്രം വോയിസ് കൊടുത്താൽ മതി. അത് കൃത്യം പോയിന്റർ കൊണ്ട് വെക്കണമെന്ന് മാത്രം. സോ ഇനി വോയിസിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ഈ മൂന്നാമത്തെ വരി കാണുന്ന ഈ നീല കളറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വോയിസ്. സോ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ റെഡ് ആയിട്ടുള്ളൊരു ഇതിങ്ങനെ ഒരു സർക്കിൾ വരും എൻ്റെ ചുറ്റും, ഒരു ഹൈലൈറ്റ്. സോ ഇവിടെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. വോയിസ് ചേഞ്ചർ ഉണ്ട്, റീ റെക്കോർഡർ, ലൂപ്പ്, അങ്ങനെ കുറേ ട്രിമ്മർ, സ്പ്ലിറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ ബേസിക്കായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൗണ്ട് കുറഞ്ഞു പോയാൽ സൗണ്ട് കൂട്ടാനുള്ള ഒരു മെത്തേഡ് കാണിച്ചു തരാം. സോ കൂട്ടാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീക്കറിൻ്റെ പടം കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ 100% ആണിപ്പോൾ കിടക്കുന്നത്. അത് പതുക്കെ മുകളിൽ കയറ്റി 200% ആക്കുക. അതൊരു ഓപ്ഷൻ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഓട്ടോ വോളിയം എന്നുള്ള സംഭവം ഓൺ ചെയ്തിടുക. അതിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓട്ടോ വോളിയം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക കേട്ടോ, എല്ലാവരും കേട്ടോ. സോ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണാൻ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ ആ ബാർ എന്തോരം ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. സോ അത്രയാണ് ബാർ ഷൂട്ട് ചെയ്യുന്നത്. സോ ഞാനത് ഓട്ടോ വോളിയം ഓൺ ചെയ്തിട്ട് ഇനി കേൾപ്പിക്കാം. സോ ഇപ്പോൾ ബാർ എവിടം വരെ ഷൂട്ട് ചെയ്ത് നിങ്ങളുണ്ട്, കുറച്ചുകൂടി കയറി, അതായത് നമ്മുടെ വോയിസ് കൂടുകയാണ്. സോ 200% സെറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല വോളിയം വേണമെങ്കിൽ പിന്നെ ഓട്ടോ വോളിയം ഓൺ ആക്കിയിടുക. ഓട്ടോ വോളിയം ഓൺ ആക്കിയാൽ മാത്രമാണ് നല്ല വോളിയത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. സോ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. ബേസിക്കലി ഒരു സ്മോൾ വീഡിയോ ഉണ്ടാക്കാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ പിന്നെ മ്യൂസിക് അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓഡിയോ ഓപ്ഷനൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഡിയോ അതും ആഡ് ചെയ്യാം. പിന്നെ മീഡിയാസ് നമുക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, ഓൾറെഡി ബിൽറ്റ് ഇൻ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. സോ പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ചുമ്മാ ഒരു ഇത് കാണിച്ചു എനിക്ക് ഗ്രാഫിക്സ് താങ്ക് യു. സോ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം എൻ്റെ വീഡിയോ പ്ലീസ്.